ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം വിചിന്തനം നമ്മൾ തുടരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിത വിജയം വരിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഒന്നിച്ചു പോകുന്ന രണ്ട് കൽപ്പനകളാണ്, 6-ാം കൽപ്പനയും 9-ാം കൽപ്പനയും. നമുക്കറിയാം അവിടെ പറയപ്പെട്ടിരിക്കുന്ന അതിൻ്റെ സാരാംശം എന്താണ്? വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒരു സ്ത്രീ നല്ല പ്രാർത്ഥനക്കാരി, അവർക്ക് ഒരുപാട് സഹനങ്ങളും ക്ലേശങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. അവിടെയെല്ലാം തളരാതെ പതറാതെ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയ ഒരു സ്ത്രീ. അവർക്ക് അസാധാരണമായ പല അനുഭവങ്ങളും ഉണ്ടായി. അവരുടെ ഭവനത്തിലിരുന്ന മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് തൈലം വരുന്ന അനുഭവം, സുഗന്ധ തൈലാഭിഷേകം ആ മുറിയിലുണ്ടാകുന്ന അനുഭവം. അതുപോലെ തന്നെ ഇവർക്ക് മറിയം വന്ന് ജപമാല നൽകി എന്നുള്ളതും പറയപ്പെടുന്നൊരു കാര്യമാണ്. എന്നിട്ട് അവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, 1-ാം കൽപ്പനയുടെയും 6-ാം കൽപ്പനയുടെയും ലംഘനം ദൈവത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നു. കോളേജ് പഠനകാലത്ത് പരിചയമുണ്ടായിരുന്ന ഒരു സ്ത്രീയും പുരുഷനും. എന്നാൽ അവർക്ക് വിവാഹിതരാകുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. ഇവർ രണ്ടുപേരുടെയും വിവാഹം വേറെ ആളുമായിട്ട് നടന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും 2 രാജ്യത്താണിന്ന്. അവരുടേതായ ഫാമിലി ലൈഫിൽ അവർ അസന്തുഷ്ടരുമാണ്. അങ്ങനെ ഇരിക്കെ ഇവർ പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി, വർത്തമാനം പറയാൻ തുടങ്ങി. അവർക്കൊരു അടുപ്പം തോന്നി. ഇന്നിപ്പോൾ രണ്ടുപേരും അവധിയെടുക്കുന്നത് ഒരു ധാരണയിലാണ്. എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ഞാൻ അവധിയെടുക്കുമെന്ന് പറഞ്ഞാൽ മറ്റേയാളും അവധിയെടുത്തിരിക്കും. അങ്ങനെ ഇവർ മണിക്കൂറുകൾ, 2 രാജ്യത്താണേലും മണിക്കൂറുകൾ ഫോണിലൂടെ സംസാരിക്കും. ഇന്നിപ്പം വാട്സപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ, വീഡിയോ കോളൊക്കെ ഉള്ളത് കൊണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം നഗ്നത കാണും, അത് ആസ്വദിക്കും. മാത്രമല്ല ഫോണിലൂടെ ശാരീരിക ബന്ധവും പുലർത്തും. ഒരു ഗുണമുണ്ട്, ഗർഭിണിയാകത്തില്ല ഫോണിലൂടെ ആയതുകൊണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, 6-ാം കൽപ്പനയുടെ വയലേഷൻ, ലംഘനമാണ് ഇതെന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാമത്തെ വചനമാണ് പറയുക, വ്യഭിചാരം ചെയ്യരുത്. പുറപ്പാട് 20-ന്റെ 17-ാമത്തെ വചനം കൂടി എടുത്താൽ, അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഈ 2 കൽപ്പനകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഹെൽത്തി സെക്സ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ആരോഗ്യപരമായിട്ടുള്ള ലൈംഗിക സുഖാസ്വാദനം. സുഭാഷിതങ്ങൾ 5-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ കിണറ്റിൽ നിന്ന്, നിന്റെ ഉറവയിൽ നിന്ന് മാത്രമേ നീ ജലം കുടിക്കാവൂ. നിന്റെ ഉറവ മറുനാട്ടിലും ചന്തസ്ഥലത്തും ഒഴുക്കിക്കളയരുത്. തുടർന്ന് വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ നിന്റെ ഉറവ എന്ന് പറഞ്ഞിരിക്കുന്നത് കിണറും അരുവിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. യൗവനത്തിലെ നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ അന്യൻ്റെ ഭാര്യ അവന് വേണ്ടിയുള്ളതാണ്, നിനക്ക് വേണ്ടിയുള്ളതല്ല. നോട്ടത്തിൽ പോലും ഒരു തെറ്റ് വരാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഹെൽത്തി സെക്സ് എന്ന് പറഞ്ഞാൽ വിതിൻ ദ മാരേജ്, വിവാഹമെന്ന കൂദാശയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ലൈംഗിക സുഖാസ്വാദനം നടത്തുന്നതാണ് ഹെൽത്തി സെക്സ്. നമുക്കറിയാം, വിവാഹത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സൗഹൃദം പണിതുയർത്തുക. ദമ്പതിമാർക്ക് പരസ്പരം ഒരു സൗഹൃദം പണിതുയർത്താൻ സാധിക്കണം. രണ്ടാമത്തേതാണ് പ്രൊക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സന്താന ഭാഗ്യം. മൂന്നാമത്തേതാണ് റിക്രിയേഷൻ, ഉല്ലാസം. ഇത് 3ഉം വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു അവിഹിത ബന്ധം, അവിശുദ്ധ ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരാവശ്യം ദമ്പതിമാരുടെ ഇടയിൽ ഉണ്ടാകില്ല. രണ്ടാമത്തേതാണ് അൺഹെൽതി സെക്സ്, അനാരോഗ്യപരമായിട്ടുള്ള ലൈംഗിക സുഖാസ്വാദനം. സുഭാഷിതങ്ങൾ 6:27 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്യൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കില്ല. പറയുണ്ട്, ഈ മേഖലയിൽ തെറ്റുവരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പർശനത്തിലൂടെ ഈ ഒരു കൽപ്പന ലംഘിക്കപ്പെടാം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, മത്തായി 5:27 മുതൽ വായിക്കുമ്പോൾ, ആസക്തിയോടെ നോക്കുന്നത് അവരുമായിട്ട് വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നോട്ടത്തിൽ ഈ ഒരു പെശക് വരാം, സ്പർശനത്തിലൂടെ ഈ ഒരു അവസ്ഥ വരാം. മറ്റൊന്നാണ് പെരുമാറ്റം, പ്രവൃത്തി. സംഖ്യയുടെ പുസ്തകം 25:6 മുതൽ വായിക്കുമ്പോൾ, ഫിനഹാസ് ഒരു യഹൂദനെയും മിദിയാൻകാരിയെയും ഒരുപോലെ അവരുടെ ഉദരം പിളർന്നു കൊല്ലുന്ന രംഗം കാണാൻ സാധിക്കും. കാരണം അവർ വ്യഭിചാര പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് കണ്ടതുകൊണ്ട്. ഇവിടെ നമ്മുടെ വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. കല്യാണം കഴിച്ചോ കല്യാണം കഴിക്കാതെയോ നമ്മൾ എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാലും ജീവിത വിശുദ്ധി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ബോധ്യത്തോടെ വിശുദ്ധരായി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി
ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് ജഡമോഹം, ജഡികാഭിലാഷം എന്നിവയുടെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് മോചനം ലഭിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹപ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും, ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.